ഹലോ എവരി വൺ, എ വാം വെൽക്കം ടു ദ ക്ലാസ്. അപ്പോൾ നമുക്ക് ക്ലാസ്സുകൾ തുടങ്ങാൻ സമയമായിട്ടുണ്ട്. അപ്പം ക്ലാസ്സുകളിൽ നമ്മൾ ആദ്യമായിട്ട് ചൂസ് ചെയ്യുന്നത് ഹ്യൂമനിസം ആൻഡ് റീസണിങ് എന്ന് പറഞ്ഞ ഒരു ടെക്സ്റ്റാണ്. അപ്പം നമ്മുടെ UG പ്രോഗ്രാംസിലുള്ള ഓൾമോസ്റ്റ് എല്ലാവർക്കും ഉള്ളൊരു പേപ്പറാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ചർച്ച ചെയ്യാം. ഹ്യൂമനിസം ആൻഡ് ലോജിക്. എന്താണ് ഹ്യൂമനിസം? എന്താണ് ലോജിക്? എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? ഇതൊക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അതായത് ഒരു ഇൻട്രൊഡക്ഷൻ തരലാണ്, ഈ ഒരു സബ്ജക്റ്റിൽ ഒരു ഇൻട്രൊഡക്ഷൻ തരലാണ് എൻ്റെ ഉദ്ദേശം. അപ്പം എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക, മനസ്സിലാക്കുക. ഓക്കെ, ആദ്യം നമുക്ക് ഹ്യൂമനിസം എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കാം. ഹ്യൂമനിസം എന്ന് വെച്ചാൽ ഒരു മനുഷ്യനായിട്ട് കാണാൻ പഠിക്കുന്നതാണ് ഹ്യൂമനിസം. സിമ്പിൾ വേർഡിൽ പറഞ്ഞാൽ അതാണ് ഹ്യൂമനിസം എന്ന് വെച്ചാൽ. ഹ്യൂമനിസത്തിൻ്റെ ഒരു വിശ്വാസം എന്താ വെച്ചാൽ മനുഷ്യനായി ബന്ധപ്പെട്ട് വരുന്ന സാധനമാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു വിശ്വാസം എന്താണെന്ന് വെച്ചാൽ, അതായത് ഹ്യൂമനിസം എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ അത് മനുഷ്യന്മാർ സഹതാപം, അതുപോലെ തന്നെ കരുണ, ദയ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിക്കണം, എന്നാൽ മാത്രമേ മനുഷ്യന്മാർക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റൂ എന്നുള്ള ഒരു ടൈപ്പ് ഓഫ് ചിന്തയാണ് ഹ്യൂമനിസം എന്ന് വെച്ചാൽ. അത് മാത്രമല്ല, അതിൻ്റെ ഒരു ഭാഗമാണ്. ഓക്കെ, അപ്പം ഹ്യൂമനിസം എന്ന് വെച്ചാൽ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ സാധിക്കുന്ന, മനുഷ്യൻ്റെ എല്ലാവിധ മൂല്യങ്ങളും കൊടുത്ത് മനുഷ്യൻ്റെ എല്ലാവിധ സവിശേഷതകളും അടക്കി മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ സാധിക്കുന്ന, മനുഷ്യനായിട്ട് കാണാൻ പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ഹ്യൂമനിസം എന്ന് വെച്ചാൽ. ഹ്യൂമനിസം തുടങ്ങുന്നത് എപ്പോഴാന്ന് വെച്ചാൽ റിനൈസൻസ് പീരീഡിൽ നമുക്ക് അറിയാം. റിനൈസൻസ് പീരീഡിൻ്റെ സമയത്ത്, അതായത് നമ്മുടെ ഈ മലയാളത്തിൽ പറയാം റിനൈസൻസ് എന്ന് വെച്ചാൽ എന്തോ പറയാല്ലേ അതിന്, നമ്മളെ പരിഷ്കരണോ അങ്ങനെ എന്തോ സംഭവമുണ്ട്. എൻ്റെ ആട്ടെ, റിനൈസൻസ് പീരീഡിൻ്റെ സമയത്ത് എന്താക്കിയിട്ടുണ്ടായിരുന്നു, അതായത് ഇംഗ്ലീഷിൻ്റെ കാലഘട്ടത്തിൽ, ഇംഗ്ലീഷ് ചരിത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിരുന്നു റിനൈസൻസ് പീരീഡ്. റിനൈസൻസ് പീരീഡ് എന്ന് വെച്ചാൽ അന്നത്തെ കാലഘട്ടത്തിൽ പല ആളുകളും അന്നത്തെ കാലത്ത് ക്രിസ്ത്യൻ മതമാണ് കൂടുതലായിട്ടുണ്ടായിരുന്നത്, ക്രിസ്ത്യാനിറ്റി ആയിരുന്നു കൂടുതലായിട്ടുണ്ടായിരുന്നു. അപ്പം ദൈവത്തിലുള്ള വിശ്വാസം വളരെ ഏറെ ഉണ്ടായിരുന്ന ഒരു സമയമാണ് റിനൈസൻസ് പീരീഡ്. അപ്പോൾ റിനൈസൻസ് പീരീഡിലുള്ള കാലഘട്ടത്തിൽ ഭരണാധിപന്മാരും ചർച്ചിലുള്ള ആളുകളും അതുപോലെ തന്നെയുള്ള അതോറിറ്റികളൊക്കെ എന്താക്കി ഒരു ദുർഭരണം നടത്താൻ തുടങ്ങി. ദുർഭരണം എന്ന് വെച്ചാൽ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, ദൈവം പറഞ്ഞു അല്ലെങ്കിൽ ബൈബിളിൽ ഇങ്ങനെയുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നാട്ടുകാരെയും ജനങ്ങളെയും ഒക്കെ പറ്റിക്കാൻ തുടങ്ങി. അങ്ങനെ പറ്റിക്കാൻ തുടങ്ങിയ സമയത്താണ് അന്നത്തെ കാലഘട്ടത്തിൽ കുറച്ച് ബുദ്ധിജീവികളൊക്കെ കൂടിയിട്ട് തുടങ്ങിയ ഒരു സമ്പ്രദായമാണ് ഹ്യൂമനിസം. ഹ്യൂമനിസം എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണലാണ്. അതായത് അന്നത്തെ കാലഘട്ടത്തിൽ ബൈബിൾ ആർക്കും അറിയില്ലായിരുന്നു, സാധാരണ ജനങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പം അങ്ങനെ അറിയാത്തത് കൊണ്ട് തന്നെ അവർക്ക് കൃത്യമായിട്ട് എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ വന്നു. അപ്പം ആര് പറയുന്നതാണ് ശരണം? ഈ പ്രീസ്റ്റുകൾ പറയുന്നതും അതുപോലെ തന്നെ ഭരണാധികാരികൾ പറയുന്നതും ഒക്കെയായി ശരണം. അപ്പം അവർ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് അവർക്ക് എന്താക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ, പ്രവർത്തിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നീട് എന്താക്കിയ ബൈബിളിന്റെ പരിഭാഷയൊക്കെ വന്നതിന് ശേഷം മനുഷ്യന്മാർക്ക് മനസ്സിലായി കുറേയൊക്കെ നമ്മളെ പറ്റിക്കുകയായിരുന്നു ആര്, ഈ പ്രീസ്റ്റുകളും അതുപോലെ തന്നെയുള്ള ആളുകളും ഒക്കെ. അപ്പം അങ്ങനെ മനസ്സിലാക്കിയപ്പോഴാണ് അവരെന്ത് ഇതാക്കിയത്, ദൈവത്തിന്റെ അതായത് അവർ പറയുന്ന കാര്യങ്ങളായിട്ടുള്ള ദൈവത്തിന്റെ വാക്കുകൾ തൽക്കാലം കേൾക്കേണ്ടതില്ല, നമുക്ക് ശരിയാണെന്ന് തോന്നുന്ന, മനുഷ്യന് ശരിയാണെന്ന് തോന്നുന്ന സാധനങ്ങൾ മാത്രമേ ചെയ്യേണ്ടതുള്ളൂ എന്നുള്ളൊരു നിലപാട്. അങ്ങനെയാണ് ഹ്യൂമനിസം എന്നുള്ള ഒരു തോട്ട് വരുന്നത്. അപ്പം ഹ്യൂമനിസം എന്ന് വെച്ചാൽ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ പഠിപ്പിക്കുന്ന സാധനങ്ങളാണ്. അപ്പം ഇതിൽ ഹ്യൂമനിസത്തിൽ മെയിനായിട്ട് പറയാൻ എന്താണെന്ന് വെച്ചാൽ കരുണ, ദയ അതുപോലെയുള്ള വിഷയങ്ങളൊക്കെ എന്താക്കണം, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയാൽ മാത്രമേ എന്താവുള്ളൂ, നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മുടെ കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ മാത്രം നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ വളരെയേറെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ സ്വന്തം ഉമ്മയെ കൊല്ലുന്നു, അമ്മയെ കൊല്ലുന്നു, അച്ഛനെ കൊല്ലുന്നു, അതുപോലെ തന്നെ സ്വന്തം സിസ്റ്ററിനെ എന്താക്കുന്നു, ബലാത്സംഗം ചെയ്യുന്നു. അങ്ങനെ തുടങ്ങി എന്താണ് ഒരു മനുഷ്യന് സ്വാഭാവികമായിട്ട് ചെയ്യേണ്ട ഒരു സ്വാഭാവികതയിൽ നിന്ന് അസ്വാഭാവികതയിലേക്ക് മാറിയിട്ടുണ്ട്. അതായത് സാധാരണ കണ്ടുവരാത്തൊരു നിലയിൽ നിന്ന് മറ്റൊരു തലത്തിലേക്ക് മാറിയിട്ടുണ്ട്. നമ്മുടെ കേരളം എന്ന് വെച്ചാൽ അത്രയും നല്ല സ്ഥലമാണ്. നമുക്ക് കേരളത്തിൽ 2018 ഫ്ലഡ്, അതുപോലെ തന്നെ കൊറോണ ടൈം, ഇങ്ങനെ ടൈമൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ മനുഷ്യന്മാരുടെ ഇടയിലുള്ള ഒരു സഹവാസിത്വം, അതായത് സഹവസിക്കുന്ന ഒരു രീതി, അതുപോലെ തന്നെ ഒരു മനുഷ്യത്വം, അവർ തമ്മിലുള്ള ഒരു ഐക്യം, ഇങ്ങനെയുള്ള സംഭവമൊക്കെ നമ്മൾ കണ്ട് വളരെയേറെ കൺകുളിർമയോട് കണ്ട ഒരു സംഭവമാണ്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ത് പറ്റി, നമുക്ക് കേരളത്തിലെ മിക്ക സ്ഥലങ്ങളിലും ഇപ്പം ഓരോ ദിവസവും അനുദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ കൊലപാതകങ്ങളും ഓരോ പ്രശ്നങ്ങളും. അപ്പൊ എവിടെയാണ് നമുക്ക് പിഴച്ചത്? അതാണ് നമ്മൾ ഈ ഹ്യൂമനിസത്തിന്റെ ഭാഗത്ത് പഠിക്കാൻ പോകുന്നത്. അതായത് ഹ്യൂമനിസം എന്ന് വെച്ചാൽ എവിടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, മനുഷ്യന് നന്നാവണമെങ്കിൽ, മനുഷ്യനായിട്ട് നിൽക്കണമെങ്കിൽ എന്തൊക്കെ വേണം,
അതെങ്ങനെയൊക്കെ ഉപയോഗിക്കണം, എവിടെയൊക്കെ ഉപയോഗിക്കണം, അക്രമങ്ങൾ കണ്ടാൽ എങ്ങനെ പ്രതികരിക്കണം, രണ്ടുപേർ അടികൂടുന്ന കണ്ടാൽ എൻകറേജ് ചെയ്യാണ് വേണ്ടത്, ഒരിക്കലുമല്ല അവരെ പിടിച്ചു നിർത്തി അവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുകയാണ് വേണ്ടത്. സംഭവം ഒരു പഴഞ്ഞ സ്റ്റൈലൊക്കെ ആയിരിക്കും ഉപദേശം എന്ന് വെച്ചാൽ, പക്ഷേ എങ്കിൽ അവിടെ വേറെ മാർഗമില്ല, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൽ തന്നെയാണ് അവിടെ വഴിയുള്ളൂ. അപ്പം അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഭാഗമാണ് ഹ്യൂമനിസം എന്ന് വെച്ചാൽ. അപ്പം ഹ്യൂമനിസം എന്ന് വെച്ചാൽ ഒരു മനുഷ്യനായിട്ട് കാണുന്ന ഒരു മനുഷ്യനെ മനുഷ്യത്വത്തോടു കൂടെ കാണുന്ന, മനുഷ്യനായിട്ട് കാണുന്ന ഒരു പഠനമാണ്, ഒരു ഭാഗമാണ് ഹ്യൂമനിസം എന്ന് വെച്ചാൽ. അപ്പം അവിടെ എന്തില്ല, കൂടുതലായിട്ടും നമുക്ക് അവിടെ എന്ത് പറയാൻ പറ്റില്ല, ഫുള്ളായിട്ട് നമ്മൾ എന്താക്കുന്നില്ല, ദൈവികപരമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ അത് വേറെ രീതിയിലേക്ക് പോകുന്നുണ്ടെന്നൊന്നും പറയുന്നില്ല. പകരം എങ്ങനെയാണ് പോകുന്നത്, മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ പറ്റുന്ന സാധനങ്ങളാണ് ഇതിലേക്ക് പോകുന്നത്. ഹ്യൂമനിസം എന്ന് വെച്ചാൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്, മതവുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ഹ്യൂമനിസം എന്ന് വെച്ചാൽ. മിക്ക മതങ്ങളും അനുശാസിക്കുന്നത് പോലെ എല്ലാവിധ നല്ല രീതിയിലും മനുഷ്യന്മാരോട് കൂടെ ഇടപഴകി നല്ല ഇണക്കത്തോടെ ജീവിക്കലാണ് എല്ലാ മതത്തിൻ്റെയും ഒരു വിശ്വാസം. എല്ലാ മതവും അങ്ങനെ തന്നെയാണ് അനുശാസിക്കുന്നത്. അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയാണ് നമ്മുടെ ഹ്യൂമനിസം കിടക്കുന്നത്. അപ്പം അതൊക്കെ നമുക്ക് എന്താക്കാനുണ്ടാവും, ഇതിൽ പഠിക്കാനുണ്ടാവും, ഈ ഒരു ഭാഗത്ത് പഠിക്കാനുണ്ടാവും. അതായത് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് ഈ ഒരു സബ്ജക്റ്റ്. ഹ്യൂമനിസം എന്ന് വെച്ചാൽ മനുഷ്യനായിട്ട് കാണാൻ സാധിക്കുന്ന, മനുഷ്യത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്ന, മനുഷ്യത്വത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു ഭാഗമാണ് ഹ്യൂമനിസം എന്നുള്ളത്. അടുത്തതായി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണ് ലോജിക്സ് എന്നുള്ളതാണ്. എന്താണ് ലോജിക്സ്? ലോജിക്സ് എന്ന് വെച്ചാൽ മനുഷ്യനെ നല്ല രീതിയിൽ ചിന്തിക്കാൻ സഹായിക്കുന്ന ഒരു സംജ്ഞയാണ്, ഒരു തിയറിയാണ്, അല്ലെങ്കിൽ ഒരു പഠന ഭാഗമാണ് ലോജിക്സ് എന്നുള്ളത്. അതായത് മനുഷ്യന്മാർക്ക് എപ്പോഴും ചിന്തിക്കേണ്ടതായിട്ടുള്ള ആവശ്യകത വരും. അപ്പം എങ്ങനെ ശരിയായ രീതിയിൽ ചിന്തിക്കാം, ഓവർ തിങ്കിങ് ഇല്ലാതെ എങ്ങനെ ചിന്തിക്കാം, പലർക്കുമുള്ള പ്രശ്നമാണ് ഓവർ തിങ്കിങ്. അപ്പം അതൊക്കെ ഇല്ലാതെ എങ്ങനെ ചിന്തിച്ച് പഠിക്കാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് നമ്മുടെ വാദങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം, ഒരു സാധനം മനസ്സിലാക്കാനുള്ളതിൽ സത്യം ഏതാണ്, ശരിയേതാണ്, തെറ്റേതാണ് എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തരാൻ സാധിക്കുന്ന ഒരു പഠനശാഖയാണ് ലോജിക്സ് എന്നുള്ളത്. അതായത് ലോജിക്സ് പഠിക്കൽ വഴി നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് സാരം. അതായത് നമുക്ക് ജീവിതത്തിൽ പല അവസരങ്ങളിൽ ഉണ്ടാവുന്ന സംശയങ്ങൾ, അതുപോലെ തന്നെ ആകുലതകൾ, അതുപോലെ തന്നെ നമുക്കുണ്ടാവുന്ന തെറ്റിലും ശരിയിലും ഉണ്ടാകുന്ന ഒരു സന്ദേഹങ്ങൾ, ഇതൊക്കെ നമുക്ക് ശരിയാക്കാൻ വേണ്ടിയിട്ട് എന്ത് സാധിക്കും, ലോജിക്സ് പഠിക്കൽ വഴി സാധിക്കും. നമ്മുടെ ലൈഫിൽ ഇപ്പം നമുക്ക് കുറേ സന്ദർഭങ്ങൾ വരും. അപ്പം നമ്മളെ നല്ല ആളുകളാണോ ചീത്ത ആളുകളാണോ നമ്മളോട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നല്ല ഉദ്ദേശത്തോടെയാണോ ചീത്ത ഉദ്ദേശത്തോടെയാണോ അവർ സംസാരിക്കുന്നത് എന്നൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സംശയം തോന്നാറുണ്ട്, ഇല്ലേ? സ്വാഭാവികമാണ്. അപ്പം ആ സംശയങ്ങളൊക്കെ ഇല്ലാതാക്കാൻ ഈ ലോജിക്സ് പഠിക്കൽ വഴി സാധിക്കും. അപ്പം നമുക്കൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ലോജിക്സിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ പക്ഷികളൊക്കെ ചിറകുള്ള ജീവികളാണ്. അപ്പം ചിറകുള്ള ജീവികളൊക്കെ പറക്കാനും പറ്റും. അപ്പം ഈ രണ്ട് സംഭവങ്ങൾ നമുക്കറിയാമെങ്കിൽ, ഒരു ചിറകുള്ള ഒരു പക്ഷിയെ കണ്ടാൽ, അല്ലെങ്കിൽ ഒരു സ്പാരോനെ കണ്ടാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, അത് പറക്കുന്ന ജീവിയാണെന്ന് പറയാൻ പറ്റും, ഇല്ലേ? സ്വാഭാവികമല്ലേ? കാരണം പറക്കുന്ന ജീവികൾക്ക് എന്ത് വേണം, ഒരു ചിറക് വേണം, അതുപോലെ തന്നെ അവർ ചിറകുള്ളതൊക്കെ പറക്കുകയും ചെയ്യും. ഈ രണ്ട് കാര്യങ്ങൾ അറിയുന്നതോട് കൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ചിറകുള്ള ഒരു ജീവിയായിട്ടുള്ള ഒരു സ്പാരോ അല്ലെ പാരറ്റിനെയോ അങ്ങനെ എന്തിനെങ്കിലും കണ്ടാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, പറക്കാൻ പറ്റും. ഇതൊക്കെ നമ്മൾ പരീക്ഷണങ്ങളിലൂടെ നടത്തിയ സാധനങ്ങളാണോ? ഒരിക്കലും അല്ല. സ്വാഭാവികമല്ലേ? അപ്പം ഒരു കാര്യം മനസ്സിലാക്കാനും അതുപോലെ തന്നെ ഒരു കാര്യം തിരിച്ചറിയാനും ഒക്കെ ലോജിക്സിന്റെ സഹായം വളരെ വലുതാണ്. വേറൊരു ഉദാഹരണം പറയാം. നമുക്ക് ഒരു വെള്ളം എന്താക്കുന്നുണ്ട്, നമ്മുടെ ടേബിളിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തിന്റെ മുകളിലൂടെ എന്ത് പോകുന്നുണ്ട്, പുക പോകുന്നുണ്ട്. അതായത് നമുക്ക് കാണുന്നില്ല, നമുക്ക് എന്ത് ചെയ്യും, അത് ചൂട് വെള്ളം തിരിയും. നമ്മൾ അത് തൊട്ട് നോക്കിയിട്ടുണ്ടോ? ഇല്ല. നമ്മൾ എന്താ ചെയ്തിട്ടുള്ളൂ, അവിടെയുള്ള സാന്ദർഭികമായിട്ടുള്ള ഒരു വെള്ളം ഉണ്ട് അവിടെ നിന്ന് കണ്ടു, അതിൽ എന്താക്കുന്നുണ്ട്, പുക പോകുന്നുണ്ടെന്ന് കണ്ടു. അപ്പം എന്താ, സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് തിരിഞ്ഞു, അതൊരു ചൂട് വെള്ളമാണെന്ന് തിരിഞ്ഞു. നമ്മളവിടെ തൊട്ട് നോക്കിയിട്ടില്ല, പകരം എന്താക്കിയിട്ടില്ല, അവിടുത്തെ പോയി നോക്കിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പകരം നമുക്ക് എങ്ങനെ കിട്ടി ഈ അറിവ്, ഈ രണ്ട് സാന്ദർഭികമായിട്ടുള്ള സാധനങ്ങളിൽ വെച്ച് നോക്കുന്നത്, വെള്ളം പുക പോകുന്നുണ്ട്, ഈ രണ്ട് കാര്യങ്ങൾ നോക്കിയപ്പോൾ തന്നെ നമുക്ക് ഏകദേശം എന്തൊക്കെ കാര്യം പിടികിട്ടി. അപ്പം ഇതാണ് ലോജിക്സ്. ഓക്കെ, ലോജിക്സ് എന്ന് വെച്ചാൽ ഇതാണ്. അതായത് അധികം ചിന്തിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്ത്, അതായത് നമ്മുടെ ചിന്തയെ സഹായിക്കുന്ന ചിന്തയുടെ ശരിയായ പാതയെ തെറ്റായ പാതയെ എന്നൊക്കെ നിർണയിച്ചു തരുന്ന ഒരു ഭാഗമാണ് ലോജിക്സ് എന്ന് വെച്ചാൽ. അപ്പം ഇത് പഠിക്കൽ വഴി നമ്മുടെ ലൈഫിലൊക്കെ ഉണ്ടാവുന്ന പല സന്ദർഭങ്ങളും നമുക്ക് ഉപകാരത്തിലെത്തും. അപ്പം അതിന് കുറച്ച് സന്ദർഭങ്ങൾ നേരത്തെ പറഞ്ഞു തോന്നുന്നു അല്ലേ? അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ അത് ആവർത്തിക്കുന്നില്ല. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള, വളരെ അൺപ്രൊഫഷണൽ ആയിട്ടുള്ള, വളരെ ലോക്കൽ ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ് ഞാനിപ്പം തന്നത്.
അപ്പം ഈ ഒരു ഇൻട്രൊഡക്ഷൻ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക. എനിക്ക് തോന്നുന്നു ഈ ഒരു വിഷയം ഇത് ഇങ്ങനെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഇനിയിപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇൻട്രോ ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എന്താക്കാം, നമ്മുടെ ചാപ്റ്റർ തുടങ്ങുന്ന നേരം എന്തായാലും നമുക്ക് നോക്കാവുന്നതാണ്. അതായിരിക്കും കുറച്ചുകൂടെ പ്രൊഫഷണൽ ആയിട്ടുള്ള സാധനം. ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും എന്തൊക്കെയാ ഇത് കറക്റ്റ് അങ്ങോട്ട് ബൈഹാർട്ട് ആക്കേണ്ട, ഇങ്ങനെയൊക്കെയാണ് എന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ബാക്കിയുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ക്ലാസ്സുകളിലൊക്കെ പ്രൊവൈഡ് ചെയ്യാമെന്നുള്ള വിശ്വാസത്തോടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു. അപ്പോൾ എല്ലാവരും ഈ ഒരു സെൻസ് തന്നെ എടുക്കും എന്ന് വിചാരിക്കുന്നു. ആൻഡ് വിഷിങ് യു ഓൾ ദ ബെസ്റ്റ്.